ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. എയർപോർട്ടിൽ വന്നിട്ട് ലോഡൊക്കെ ഇറക്കിയിട്ട് അങ്ങോട്ട് തിരിച്ച് പോകാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. അവിടെ ഇവിടെ വലിയ കാർഗോ പ്ലെയിനൊക്കെ കിടപ്പുണ്ട്, ഭയങ്കര കാർഗോ പ്ലെയിൻ. ഒത്തിരി ചരക്കൊക്കെ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ കയറ്റി അയക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ പ്ലെയിനൊക്കെ ഇവിടെ കിടക്കുമെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. ഹലോ, ഇതെന്ന് വെച്ചാൽ എയർപോർട്ടോ, വലിയൊരു എയർപോർട്ടാണ്. ഇവിടെ കാർഗോ പ്ലെയിനൊക്കെ വന്ന് ഇഷ്ടം പോലെ കാർഗോ ഷിപ്പ് വെളിയിലോട്ടൊക്കെ ഷിപ്മെൻ്റൊക്കെ നടക്കുന്ന വലിയ കമ്പനി ഉള്ള ഒരു വലിയ കമ്പനിയാണ്. അവിടുത്തെ എയർപോർട്ടായിരുന്നു. ആ എയർപോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനമൊക്കെ വന്നതാണ്. നമ്മൾ ആ സാധനം മൊത്തം ഇറക്കി അവിടെ. അതിനുശേഷം തിരിച്ചു പോകും. പോട്ടെ ഒരു കുഴപ്പമില്ല, പുറകിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പോകാം. ഓക്കെ, വണ്ടി ഇതാണ് സാധനങ്ങൾ അങ്ങനെ കുറേ കിടക്കുന്നുണ്ടോ. വലിയ പ്ലെയിനാണ്, കാർഗോ പ്ലെയിൻ, ഭയങ്കര. അപ്പോൾ അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനം കേട്ടോ നമ്മൾ വന്നത്. ഒരു എക്സ്പോർട്ട് കമ്പനി അവിടുത്തെ ഭയങ്കര. അതൊന്ന് ചെറുതായിട്ട് പുറകോട്ട് ശരി ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഴുക. അതുകൊണ്ട് ആ ഇടത്തെ സൈറ്റൊക്കെ കിടക്കുന്നുണ്ടോ, അത് വലിയ പ്ലെയിനാണ്, കാർഗോ പ്ലെയിനാണ്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാം കയറിയ ആരെങ്കിലുമൊക്കെ കയറി വന്നാലേ അറിയത്തില്ല പെട്ടെന്ന്. റോഡൊക്കെ ഉണ്ട്, അടിപൊളി വെടിക്കെട്ട് റോഡായിരുന്നു. പറയണ്ട, ഒരു വേറെ വണ്ടികളൊന്നും ഇല്ല, നല്ല സ്മൂത്തായിട്ട് പോകും. വേറെ വണ്ടി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് പോകും. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം വരണ്ട. രണ്ട് സൈഡുമൊക്കെ മതിലൊക്കെ കെട്ടി അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അത്. കണ്ടോ? പിന്നെ റോഡ് നേരത്തെ പറഞ്ഞില്ല, അടിപൊളി. ഒരു നമ്മുടെ നാട്ടിലെ കൊണ്ട് കട്ടറോ കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ചവിട്ടിയിടാം. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 60 കിലോമീറ്റർ സ്പീഡ് നമ്മളിങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക. വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇവനെ ഒന്നും ഓവർടേക്ക് ചെയ്യുന്നു. വണ്ടി ചവിട്ടിയെ കയറത്തില്ല, അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്ക് വണ്ടി കയറത്തില്ല. കാരണം ട്രക്കല്ലേ, മറ്റേ കാറൊക്കെയാണ് നല്ല സ്പീഡിൽ വിട്ടടിച്ച് പോകുമായിരുന്നു. പക്ഷേ ഇവിടെ ട്രക്ക് ആ പരിപാടി നടക്കത്തില്ല. ഇവിടെ കൂടുതൽ 80 കയറി പോകാനും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ വിട്ട് പോകാൻ പറ്റത്തില്ല. ഈ മഞ്ഞ വര ക്രോസ് ചെയ്യാൻ അന്നേരം പേടിയില്ല. ഞാനോട്ട് പോകും, ഞാൻ നോക്കത്തും കാര്യങ്ങളൊന്നുമില്ല. ഒരു രസമല്ലേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ്റെ ഫ്രണ്ട് വണ്ടി അതെന്തോ വണ്ടി കാറാണ്, കാറാണ്. അതെ വാനാണ് കാറിൻ്റെ ട്രിപ്പ് വാൻ. ഓക്കെ, പോട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കുളമാകും. അതേ ഉള്ളൂ പ്രശ്നം. ആശനെ വണ്ടി